ഞാൻ പറയാണ് നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ അതിനെ കുറിച്ച് ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ വണ്ടികളാണ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികളാണ്, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വണ്ടികളാണ്. ഇപ്പോൾ വണ്ടീനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഇത് സാധാ ഒരു കാർബറേറ്റർ ഉള്ള ഒരു മാരുതി എന്നൂറാണ്, അതായത് പെട്രോളിൽ ഓടുന്ന ഒരു മാരുതി എന്നൂറ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് ഇത് പെട്രോളിൽ മാത്രമല്ല ഓടുന്നത്. ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫലത്തിൽ കാണാൻ പറ്റുക ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഇതിനുള്ള ഒരു മോട്ടറുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇലക്ട്രിക്കൽ മോഡൽ ഓടിക്കാം, പെട്രോൾ മോഡൽ ഓടിക്കാം. അങ്ങനെ രണ്ട് മോഡൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് കാറാണ്. പഴയ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള പോളിസി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഴയ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കീപ്പ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കുറയ്ക്കാം, ഇത് കുറച്ചധികം കാലം ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇലക്ട്രിക്കൽ മാത്രമായിട്ട് ഓടിക്കാം. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞവരാണോ, +2 കഴിഞ്ഞവരാണോ, ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് വണ്ടി ഉണ്ടാക്കുകയോ വണ്ടി ഓൾട്ടർ ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. അതിന് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യങ്ങൾ കൊടുക്കുന്ന പോളിടെക്നിക് കോളേജാണ് പോളിടെക്നിക് കോളേജ്. എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.